കണിച്ചുകുളങ്ങര പിൽഗ്രിം ടൂറിസ്റ്റ് ഫെസിലിറ്റേഷൻ സെന്റർ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രത്തിലെ നിലനിന്നിരുന്ന ആചാരങ്ങൾ നീക്കിയതുകൊണ്ട് ക്ഷേത്ര ചൈതന്യത്തിന് യാതൊരു കുഴപ്പവും സംഭവിച്ചിട്ടില്ലെന്ന് വെള്ളാപ്പള്ളിയുടെ പുരോഗമനപരമായ നിലപാട് സ്വാഗതാർഹമെന്ന് മുഖ്യമന്ത്രി. വിവരങ്ങളുമായി ഷാജഹാൻ ചേരുകയാണ്. ഷാജഹാൻ, വിശദാംശങ്ങൾ. ഇക്കാലം ആചാരമൊന്നും മാറാൻ പാടില്ല എന്ന് പറയുന്ന ഒരു കാലമാണ്. അദ്ദേഹം തന്നെ പറയുകയുണ്ടായി, ഇവിടെ കോഴിവെട്ടുണ്ടായിരുന്നു, അത് വേണ്ടാന്ന് വെച്ചു. മൃഗത്തെ ബലി കൊടുക്കുന്ന പരിപാടിയായിരുന്നു, അത് വേണ്ടാന്ന് വെച്ചു. അങ്ങനെ ആചാരങ്ങളെല്ലാം മാറിയതുകൊണ്ട് ദേവിയുടെ ശക്തി കുറയുകയല്ല ചെയ്തത്. സുധാകരനെ പോലത്തെ ഒരാള് അസുഖമായിട്ട് കിടക്കുമ്പോൾ അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവരാനടക്കമുള്ള ശക്തിയിലേക്ക് ദേവി ശക്തിപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞത്. അപ്പോൾ ആചാരം ഓരോ കാലത്തും ലംഘിക്കപ്പെട്ടിട്ടുണ്ട്, മാറി വന്നിട്ടുണ്ട്, കാലാനുസൃതമാക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയാതെ പറഞ്ഞു വെച്ചത്. ഷാജഹാൻ ചേരുകയാണ്. ഷാജഹാൻ, എന്തെല്ലാം കാര്യങ്ങളാണ് മുഖ്യമന്ത്രി പറഞ്ഞത്? ഇത്തരം കാര്യങ്ങളൊക്കെ SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിരുന്നു. ക്ഷേത്ര ആചാരങ്ങൾ, പലതരത്തിലുള്ള ആചാരങ്ങൾ നിലനിന്നിരുന്ന ഒരു ക്ഷേത്രമാണ്. മൃഗങ്ങളെ ബലി കൊടുക്കുന്ന അടക്കമുള്ള ആചാരങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അത് കാലാനുസൃതമായിട്ട് അതിനൊക്കെ മാറ്റം വന്നു. പക്ഷെ എങ്കിൽ പോലും ദേവീ ചൈതന്യമോ ക്ഷേത്രത്തിന് ഇതിന്റെ ഭാഗമായിട്ട് ഏതെങ്കിലും ദുരന്തങ്ങളോ മറ്റോ ഒന്നും സംഭവിച്ചില്ല. ഇത്തരത്തിലുള്ള ആചാരങ്ങൾ മാറിയത് കൊണ്ട് ക്ഷേത്ര ചൈതന്യം കൂടിയതേ ഉള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതോടൊപ്പം തന്നെ ഈ ക്ഷേത്രത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ തന്നെ ഇത് നേരത്തെ ബ്രാഹ്മണരുടെ കയ്യിലിരുന്ന ഒരു ക്ഷേത്രമാണ്. അതായത് കീഴ്ജി അധികാരിനെ കൈമാറുകയായിരുന്നു. ഇതിന്റെ ആദ്യത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഒരു ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട ഒരാളായിരുന്നു. ഇത്തരത്തിൽ പല ആചാരങ്ങളും മാറി മാറി വന്നതിന് ശേഷമാണ് ഇന്നത്തെ ഈ നവോത്ഥാന കാലഘട്ടത്തിൽ ഈ ക്ഷേത്രം എത്തി നിൽക്കുന്നത്. പക്ഷെ എങ്കിൽ പോലും യാതൊരുവിധ മാറ്റങ്ങളും ഈ ക്ഷേത്രത്തിന് ഇപ്പോഴും ഉണ്ടായിട്ടില്ല. അത് നല്ല പഴയതിനേക്കാൾ മെച്ചപ്പെട്ട നിലയിൽ തന്നെ മുൻപോട്ട് പോകുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും വളരെ മികച്ച രീതിയിലുള്ള ടീമിന്റെ വാഹനം കടന്നു പോകാനുണ്ട്. അതുകൊണ്ടിട്ട് ഞാൻ കണിച്ചുകുളങ്ങര പിൽഗ്രിം ടൂറിസ്റ്റ് ഫെസിലിറ്റേഷൻ സെന്റർ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. ക്ഷേത്രത്തിലെ നിലനിന്നിരുന്ന അനാചാരങ്ങൾ നീക്കിയതുകൊണ്ട് ക്ഷേത്ര ചൈതന്യത്തിന് യാതൊരു കുഴപ്പവും സംഭവിച്ചിട്ടില്ലെന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിരിക്കുകയാണ്. വെള്ളാപ്പള്ളിയുടെ പുരോഗമനപരമായ നിലപാട് സ്വാഗതാർഹമെന്ന് മുഖ്യമന്ത്രിയും പ്രതികരിച്ചിരിക്കുന്നു. വിവരങ്ങളാണ് ഷാജഹാൻ നൽകിയത്. സ്വർണ്ണ വ്യാപാര മേഖലയിലെ നികുതി വെട്ടിപ്പിനെ കുറിച്ച് പീപ്പിൾ TV നടത്തിയ അന്വേഷണത്തിൽ ഒരു പ്രമുഖ ജ്വല്ലറി കൂടി ഒളിക്യാമറയിൽ കുടുങ്ങി. തൃശൂർ ഇസ ഗോൾഡിലെ നികുതി വെട്ടിപ്പ് ദൃശ്യങ്ങൾ സഹിതം ഞങ്ങൾ പുറത്തുവിടുകയാണ്. GSTയും ബില്ലുമില്ല എന്നുള്ളതാണ് ഈ ചില്ലറ വിൽപ്പനശാലയുടെ പ്രത്യേകത. നികുതിയും ബില്ലും വേണമെന്നറിയാത്ത മറ്റൊരു സ്ഥാപനത്തിലേക്ക് കൂടി ഞങ്ങളുടെ ഒളിക്യാമറ കണ്ണുകൾ നീളുകയാണ്. തൃശൂർ നഗരമധ്യത്തിലെ ഇസ ഗോൾഡ്. നികുതി വെട്ടിപ്പ് കണ്ടെത്താൻ ഇസ ഗോൾഡിൽ ഞങ്ങൾ നടത്തിയ ഒളിക്യാമറ ഓപ്പറേഷനിലേക്ക്. വലിയ തോതിൽ ചില്ലറ വിൽപ്പന നടക്കുന്ന ഒരു ജ്വല്ലറി. ഉപഭോക്താക്കളെ ഇത്രമാത്രം ആകർഷിക്കുന്ന എന്ത് ഘടകമാണുള്ളതെന്നാണ് ഞങ്ങൾ അന്വേഷിച്ചത്. ഇവിടെ നിന്നും വാങ്ങുന്ന ആഭരണങ്ങൾക്ക് നികുതിയില്ല എന്നതാണ് ആകർഷണീയത എന്ന് മനസ്സിലായി. ചുരുക്കത്തിൽ നികുതി വെട്ടിക്കുന്ന കള്ളക്കച്ചവടം. ഇത് ഉറപ്പാക്കാനായി ഞങ്ങൾ ഇവിടെ ഒരു അന്വേഷണം നടത്തി. വിവാഹ പാർട്ടി എന്ന പേരിൽ കടയിലെത്തി ഒരു നെക്ലേസും 2 വളകളും വാങ്ങി. ആഭരണത്തിന്റെ വില 60.61 ഗ്രാമിന് പണിക്കൂലി ഉൾപ്പെടെ 1,94,166 രൂപ. സംസാരത്തിൽ ഒരിടത്തും നികുതി കടന്നു വന്നതേയില്ല. ആഭരണം തെരഞ്ഞെടുത്തു കഴിഞ്ഞപ്പോൾ കൗണ്ടറിൽ പണമടയ്ക്കാൻ നിർദ്ദേശിച്ച് വിലയും മറ്റു വിവരങ്ങളും രേഖപ്പെടുത്തിയ ഒരു പേപ്പർ ഞങ്ങൾക്ക് ലഭിച്ചു. അതിലും GST പരാമർശിച്ചിട്ടേയില്ല. ക്യാഷ് കൗണ്ടറിൽ പണമടച്ചപ്പോൾ പണം കൈപ്പറ്റിയതായി സീൽ പതിച്ച് പേപ്പർ തിരികെ നൽകി. പിന്നീട് മറ്റൊരു കൗണ്ടറിൽ നിന്നും സ്വർണ്ണാഭരണങ്ങളും ലഭിച്ചു. ഈ കച്ചവടത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കായി 6000-ഓളം രൂപ ചരക്കു സേവന നികുതി ലഭിക്കേണ്ടതായിരുന്നു. ബില്ലില്ലാത്ത കച്ചവടമായതിനാൽ നികുതിയുമില്ല. ബില്ലിന് പകരമായി നൽകിയതാകട്ടെ എസ്റ്റിമേറ്റ് എന്ന പേപ്പറും.
ഈ പേപ്പറിന്മേൽ നടക്കുന്ന നികുതിയില്ലാ കച്ചവടമാണ് ഇവിടുത്തെ ആകർഷണീയത. ബില്ലില്ലാതെ വാങ്ങുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഒരു ഗ്യാരണ്ടിയുമില്ല എന്നത് ഉപഭോക്താക്കളാണ് മനസ്സിലാക്കേണ്ടത്. എന്ത് നിയമവ്യവസ്ഥ അനുസരിച്ചാണ് ബില്ലില്ലാതെ എസ്റ്റിമേറ്റിന്മേൽ മാത്രം പണം കൈപ്പറ്റിയതെന്നറിയില്ല. കള്ളക്കച്ചവടത്തിന് എന്ത് നിയമവ്യവസ്ഥ? തൃശ്ശൂരിൽ നിന്നും സാലി മുഹമ്മദ്. CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ നയിക്കുന്ന കേരള സംരക്ഷണ യാത്രയ്ക്ക് കോട്ടയത്ത് ആവേശോജ്വല സ്വീകരണം. വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ ജാഥയെ വരവേൽക്കാൻ സ്ത്രീകളും വയോജനങ്ങളും തൊഴിലാളികളുമടക്കം നിരവധി പേരാണ് എത്തിയത്. ഇന്ന് വൈകിട്ടോടെ കോട്ടയം ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കി ജാഥ ഇടുക്കിയിൽ പ്രവേശിക്കും. മതനിരപേക്ഷവും പുരോഗമനപരവുമായ കേരളം എന്ന ആശയം ഉയർത്തിപ്പിടിക്കണമെന്ന സന്ദേശവുമായി സംഘടിപ്പിച്ച കേരള സംരക്ഷണ യാത്രയെ റബ്ബറിന്റെയും മലയോരങ്ങളുടെയും കായൽപ്പരപ്പിന്റെയും നാടായ കോട്ടയം ജില്ല ആവേശത്തോടെയാണ് വരവേറ്റത്. CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ നയിക്കുന്ന ജാഥയ്ക്ക് ജില്ലയിലെ 4 കേന്ദ്രങ്ങളിൽ ഉജ്ജ്വല സ്വീകരണം ലഭിച്ചു. ഇടതുപക്ഷത്തിന്റെ സ്ത്രീപക്ഷ നിലപാടുകൾക്കുള്ള അംഗീകാരമായി നിരവധി സ്ത്രീകളാണ് വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിലേക്ക് ഒഴുകിയെത്തിയത്. കോട്ടയം ജില്ലയിലെ ആദ്യദിന പര്യടനം തിരുനക്കര മൈതാനിയിൽ സമാപിച്ചു. മുഖ്യമന്ത്രിയെ വധിക്കുമെന്ന യൂത്ത് കോൺഗ്രസ് നിലപാടിനെതിരെയുള്ള പ്രതിഷേധവും ജാഥയിലുടനീളം ഉയർന്നു. ഇത് കോൺഗ്രസ് നിലപാടാണോ എന്ന് കോടിയേരി ബാലകൃഷ്ണൻ ചോദിച്ചു. ഇന്നലെ നിങ്ങൾ കേട്ടില്ലേ, യൂത്ത് കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി തൃശ്ശൂരിൽ വെച്ച് പറഞ്ഞിരിക്കുകയാണ്, മുഖ്യമന്ത്രിയുടെ കഴുത്തിന് കത്തിവെക്കും. ഇത് കേരളത്തിലാണ് ഈ പ്രഖ്യാപനം നടത്തിയത്. മുഖ്യമന്ത്രിയുടെ കഴുത്തിന് കത്തിവെക്കും യൂത്ത് കോൺഗ്രസ്. ഇത് ഉമ്മൻചാണ്ടി ഇത് അംഗീകരിക്കുന്നുണ്ടോ? മുഖ്യമന്ത്രിയുടെ കഴുത്തിന് കത്തിവെക്കും എന്ന യൂത്ത് കോൺഗ്രസിന്റെ പ്രഖ്യാപനം ഇത് കോൺഗ്രസ് അംഗീകരിക്കുന്നുണ്ടോ? കലാപമുണ്ടാക്കാനാണ് ഇത്തരം പ്രഖ്യാപനം നടത്തുന്നത്. ഇന്ന് രാവിലെ 11-ന് ചങ്ങനാശ്ശേരി പെരുന്നയിലും 3 മണിക്ക് പൊൻകുന്നത്തും 5-ന് മുണ്ടക്കയത്തും ജാഥയ്ക്ക് സ്വീകരണം നൽകും. ഇതോടെ കോട്ടയം ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കി വൈകിട്ടോടെ കേരള സംരക്ഷണ യാത്ര ഇടുക്കി ജില്ലയിലേക്ക് പ്രവേശിക്കും. ഇടുക്കി ജില്ലയിലേക്ക് പ്രവേശിക്കുന്ന ജാഥയുടെ ഇന്നത്തെ സമാപനം പീരുമേട്ടിൽ നടക്കും. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കാനം രാജേന്ദ്രൻ നയിക്കുന്ന LDF ഉത്തരമേഖലാ ജാഥ മലപ്പുറം ജില്ലയിൽ പര്യടനം തുടരുകയാണ്. തിരൂർ, എടപ്പാൾ, വാളാഞ്ചേരി, മലപ്പുറം എന്നിവിടങ്ങളിലാണ് ഇന്നത്തെ സ്വീകരണ കേന്ദ്രങ്ങൾ. ജില്ലാ അതിർത്തിയായ ഐക്കരപ്പടിയിൽ ജില്ലയിലെ LDF നേതാക്കൾ ചേർന്ന് ജാഥയെ സ്വീകരിച്ചതോടെ മലപ്പുറവും ആവേശത്തിലായി. കൊണ്ടോട്ടി, കോഹിനൂർ, ചെമ്മാട്, താനൂർ എന്നിവിടങ്ങളിലായിരുന്നു ആദ്യ ദിനങ്ങളിലെ സ്വീകരണ കേന്ദ്രങ്ങൾ. 2ാം ദിവസമായ ഇന്ന് തിരൂരിൽ നിന്ന് പര്യടനം ആരംഭിക്കും. എടപ്പാൾ, വളാഞ്ചേരി സ്വീകരണങ്ങൾ പിന്നിട്ട് വൈകിട്ട് മലപ്പുറത്ത് സമാപിക്കും. അരീക്കോട്, നിലമ്പൂർ, വണ്ടൂർ, പെരിന്തൽമണ്ണ സ്വീകരണങ്ങളോടെ മലപ്പുറം ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കി 27-ന് പാലക്കാട്ടേക്ക് കടക്കും. കേന്ദ്രത്തിലെ BJP സർക്കാരിന്റെ കൊള്ളരുതായ്മകളും ജനവിരുദ്ധതയും ബോധ്യപ്പെടുത്തിയായിരുന്നു ജാഥാംഗങ്ങളുടെ പ്രസംഗങ്ങൾ. ജാഥാ ക്യാപ്റ്റൻ കാനം രാജേന്ദ്രൻ സംസ്ഥാന സർക്കാരിന്റെ ഭരണമികവും നേട്ടങ്ങളും എണ്ണിപ്പറഞ്ഞത് സദസ്സ് കയ്യടിയോടെയാണ് സ്വീകരിച്ചത്. MV ഗോവിന്ദൻ മാസ്റ്റർ, CK നാണു MLA, ഷേഖ് P ഹാരിസ്, പ്രൊഫസർ AP അബ്ദുൽ വഹാബ്, അഡ്വക്കേറ്റ് ബാബു കാർത്തികേയൻ തുടങ്ങി ഘടകകക്ഷി നേതാക്കൾക്കൊപ്പം ജില്ലയിലെ LDF നേതാക്കളും ജാഥയെ അനുഗമിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. 91ാമത് ഓസ്കർ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മികച്ച നടിയായ ഒലിവിയ കോൾമാനും മികച്ച സഹനടിയായി റെജീന കിങ്ങിനെയും തെരഞ്ഞെടുത്തു. മികച്ച സഹനടൻ മാർഷേല അലി, മികച്ച വിദേശ ഭാഷാ ചിത്രം റോമ, മികച്ച ചിത്രം ഇഫ് ബിൽ സ്ട്രീറ്റ് ഗുഡ്, ഷോർട്ട് ഡോക്യുമെന്ററി വിഭാഗത്തിൽ ഇന്ത്യക്കാരിക്കും ഓസ്കർ. വിവരങ്ങളുമായി ഇഷാർ ചേരുകയാണ്. 91ാമത് ഓസ്കർ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പ്രധാനപ്പെട്ട പുരസ്കാരങ്ങൾ ആർക്കൊക്കെയാണ്, ഏതൊക്കെ ചിത്രങ്ങൾക്കാണ് ലഭിച്ചിരിക്കുന്നത്? പ്രിയ, നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ 91ാമത് ഓസ്കാർ പുരസ്കാരങ്ങളെല്ലാം തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതായത് ലോസ് ആഞ്ചലസിലെ ഉത്സവം, ഹോളിവുഡിന്റെ ഉത്സവ ദിനമായ ഇന്നത്തെ എല്ലാ ഓസ്കാർ പുരസ്കാരങ്ങളും പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതിൽ പ്രധാനപ്പെട്ടതായി നമുക്ക് എടുത്തു പറയാനുള്ളത് മികച്ച ചിത്രം, മികച്ച നടൻ, മികച്ച നടി, ഒപ്പം തന്നെ മികച്ച തിരക്കഥ എന്നിവയ്ക്കുള്ള പുരസ്കാരങ്ങളാണ്. അതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരമാണ്. മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം ഗ്രീൻ ബുക്കിനാണ് ലഭിച്ചിരിക്കുന്നത്. ഗ്രീൻ ബുക്ക് നമുക്ക് എടുത്ത് നോക്കിയാൽ തന്നെ മനസ്സിലാക്കും, വളരെയധികം പ്രേക്ഷക പ്രശംസ പിടിച്ചുപറ്റിയ ഒരു ചിത്രമായിരുന്നു ഗ്രീൻ ബുക്ക്. കഴിഞ്ഞ വർഷം ഇറങ്ങിയ ഗ്രീൻ ബുക്കിന് വളരെയധികം നിരൂപണ സാധ്യതകളും പ്രേക്ഷക പ്രശംസയും പിടിച്ചുപറ്റാൻ സാധിച്ചിരുന്നു. ഒപ്പം തന്നെ
മികച്ച നടനുള്ള പുരസ്കാരമാണ്. അത് റാമി മാലിക്കിനാണ് ലഭിച്ചിരിക്കുന്നത്. റാമി മാലിക് നമുക്ക് കാണാൻ സാധിക്കും ഒരുപാട് പരസ്യ ചിത്രങ്ങളിലും ഒപ്പം തന്നെ സിനിമകളിലും നമ്മളെ ഒരുപാട് വിസ്മയിപ്പിച്ചിട്ടുള്ള ഒരു നടനാണ് റാമി മാലിക്. അത് ബോഹ്മിയൻ റാപ്സഡി എന്ന ചിത്രത്തിലെ അഭിനയ മുഹൂർത്തത്തിനാണ് റാമി മാലിക്കിന് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. ബോഹ്മിയൻ റാപ്സഡി നമുക്ക് എടുത്തു നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ചിത്രം പ്രശസ്തമായ ഇംഗ്ലീഷ് ബാൻഡായ ക്യൂൻ എന്ന ബാൻഡിനെ പ്രമേയമാക്കി എടുത്ത ചിത്രമാണ് ബോഹ്മിയൻ റാപ്സഡി. അതിലെ അഭിനയത്തിനാണ് റാമി മാലിക്കിന് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. അതായത് ഫ്രെഡി മെർക്കുറി എന്ന് പറയുന്ന ലോകപ്രശസ്ത പോപ്പ് ഗായകനെ അനുസ്മരിപ്പിക്കുന്ന പ്രകടനമായിരുന്നു റാമി മാലിക് ബോഹ്മിയൻ റാപ്സഡിയിൽ കാഴ്ചവെച്ചത്. അതിലൂടെയാണ് റാമി മാലിക്കിന് ഈ പുരസ്കാരം നേടാനായത്. ഒപ്പം തന്നെ മികച്ച നടിക്കുള്ള പുരസ്കാരം ഒലീവിയ കോൾമാന് ലഭിച്ചിരിക്കുന്നത്. ഫേവറേറ്റ് എന്ന ചിത്രത്തിനാണ് ഒലീവിയ കോൾമാന് ഈ ഒരു പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ ഒരുക്കിയ ഒരു ഡോക്യുമെന്ററി ഷോർട്ട് ഫിലിമിനും കൂടി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. പീരിയഡ്സിനെ പ്രമേയമാക്കി, അതായത് നമ്മുടെ ആർത്തവത്തെ പ്രമേയമാക്കി എടുത്ത ഡോക്യുമെന്ററി ഷോർട്ട് ഫിക്ഷനാണ് ഓസ്കാർ ലഭിച്ചിരിക്കുന്നത്. അടുത്തതായി നമുക്ക് എടുത്തു പറയാനുള്ളത് മികച്ച തിരക്കഥയ്ക്കുള്ള പുരസ്കാരമാണ്. അതും ഗ്രീൻ ബുക്കിന് തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. ഇതിൽ വളരെയധികം ശ്രദ്ധയാകർഷിച്ച 2 കാര്യം എന്ന് പറയുന്നത്, ഒന്നാമത് ബോഹ്മിയൻ റാപ്സഡിക്ക് 4 ഓസ്കാർ പുരസ്കാരമാണ് ലഭിച്ചിരിക്കുന്നത്. മികച്ച ചിത്ര സംയോജനം, മികച്ച ശബ്ദമിശ്രണം, ശബ്ദലേഖനം, ഒപ്പം തന്നെ മികച്ച നടനുള്ള പുരസ്കാരം കൂടി ബോഹ്മിയൻ റാപ്സഡിക്ക് ലഭിച്ചിട്ടുണ്ട്. അതോടുകൂടി തന്നെ ബ്ലാക്ക് പാന്തർ എന്ന് പറയുന്ന ചിത്രം, അതായത് മാർവൽ ഫിലിംസ് ഇറക്കിയിരിക്കുന്ന മാർവൽ ഫിലിംസിന്റെ ഒരു ചിത്രമായിരുന്നു ബ്ലാക്ക് പാന്തർ. ആരും പ്രതീക്ഷിക്കാതെ എത്തിയ ഒരു ചിത്രമായിരുന്നു ഓസ്കാർ ദാന ചടങ്ങിൽ. കാരണം ബ്ലാക്ക് പാന്തർ എന്ന് പറയുന്ന ഒരു ഫാന്റസി ഫിക്ഷൻ ജോണർ ചിത്രമായിരുന്നു ബ്ലാക്ക് പാന്തർ. അതുകൊണ്ട് തന്നെ അത് ആരും തന്നെ പ്രതീക്ഷിക്കാതെ 3 ഓസ്കാർ വാരിക്കൂട്ടിയത് എന്ന് പറയുന്നത് ഓസ്കർ പുരസ്കാരദാന ചടങ്ങിൽ വളരെയധികം ശ്രദ്ധയാകർഷിച്ച ഒരു കാര്യം തന്നെയാണ്. അടുത്തതായി മികച്ച സഹനടിക്കുള്ള പുരസ്കാരമാണ്. അത് റെജീന കിങ്ങിനാണ് ലഭിച്ചിരിക്കുന്നത്. റെജീന കിങ്ങിന്റെ വളരെ മികച്ച അഭിനയ മുഹൂർത്തത്തിനാണ് ആ ഒരു പുരസ്കാരം ലഭ്യമാക്കാൻ സാധിച്ചത്. ഒപ്പം ഒരുപാട് പ്രതീക്ഷയിലപ്പുറം ഉള്ള ഓസ്കാർ പുരസ്കാരങ്ങൾ ഇത്തവണയും ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ പുരസ്കാരത്തിനുപരി ഇപ്രാവശ്യം ശ്രദ്ധയാകർഷിച്ചുള്ള മറ്റൊരു കാര്യം, പോപ്പ് ഗായിക ലേഡി ഗാഗയ്ക്ക് മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരം, മികച്ച ഗാനത്തിലുള്ള പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. മികച്ച നടിക്കുള്ള പട്ടികയിൽ ലേഡി ഗാഗ ഉണ്ടായിരുന്നു എന്ന് തന്നെ ശ്രദ്ധയാകർഷിച്ച ഒരു കാര്യമാണ്. ലേഡി ഗാഗ എന്ന് പറയുന്നത് ഒരു ഗായികയാണ്, ലോകപ്രശസ്ത ഒരു ഗായികയാണ്. ആ ഗായിക മികച്ച നടിയുടെ പുരസ്കാര പട്ടികയിൽ ഉൾപ്പെട്ടു എന്ന് പറയുന്നത് തന്നെ നമുക്ക് വളരെയധികം ശ്രദ്ധയാകർഷിക്കുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. എന്നാൽ പ്രതീക്ഷയിലപ്പുറം ലേഡി ഗാഗയ്ക്ക് ലഭിച്ചില്ല എന്നത് ഒരു ഖേദകരമായ കാര്യം തന്നെയാണ്. പക്ഷേ ഒലീവിയ കോൾമാൻ എന്ന് പറയുന്ന നടി നമ്മൾ വളരെയധികം ശ്രദ്ധയാകർഷിച്ചിട്ടുള്ള നടിയാണ്. കാരണം ഒലീവിയ കോൾമാന്റെ മുമ്പുള്ള സിനിമകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദ ക്യൂരിയസ് ഗോസ്റ്റ് ഓഫ് ബെഞ്ചമിൻ ബട്ടൺ തുടങ്ങിയ ഒട്ടനവധി ചിത്രങ്ങളിൽ ഒലിവിയ കോൾമാൻ വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള ഒരു നടിയാണ്, ലോകപ്രശസ്ത ആയിട്ടുള്ള ഒരു നടിയാണ്. അതുകൊണ്ട് തന്നെ ഒലിവിയ കോൾമാന് ഓസ്കാർ പുരസ്കാരം ലഭിച്ചത് തെല്ലും അമ്പരക്കേണ്ട കാര്യമില്ല. മാത്രമല്ല അടുത്തൊരു കാര്യം, അൽഫോൺസോ ക്യൂറിന്റെ ഓസ്കാർ പുരസ്കാരമാണ്. അൽഫോൺസോ ക്യൂറെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ലോകപ്രശസ്തമായ ഒരു നടനാണ്. അൽഫോൺസോ ക്യൂറിന്റെ ഒരുപാട് ചിത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. വൈറ്റു മാമ ടംബൈൻ എന്ന് പറയുന്ന ലാറ്റിൻ അമേരിക്കൻ ചിത്രം ലോകത്തെ വിപ്ലവത്തിലേക്ക് നയിച്ചിട്ടുള്ള ഒരു ചിത്രം തന്നെയാണ് അൽഫോൺസോ ക്യൂറൻ. അതിലുപരി മികച്ചൊരു സിനിമാറ്റോഗ്രാഫർ കൂടിയാണ്. സിനിമാറ്റോഗ്രാഫിയിൽ ഛായാഗ്രഹണത്തിൽ അത്ഭുതങ്ങൾ തീർക്കുന്ന ഒരു വ്യക്തിയാണ് അൽഫോൺസോ ക്യൂറൻ. അതുകൊണ്ട് തന്നെ അൽഫോൺസോ ക്യൂറന്റെ ഈ പുരസ്കാരവും നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം മികച്ച സംവിധായകനും മികച്ച ഛായാഗ്രഹനുമുള്ള അവാർഡ് ഇപ്പോൾ അൽഫോൺസോ ക്യൂറിന് ലഭിച്ചിരിക്കുകയാണ്. എൻ്റെ വ്യക്തിപരമായി ഞാൻ അൽഫോൺസോ ക്യൂറിനെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായതുകൊണ്ടുകൂടി ഈ പുരസ്കാരം എന്നെ ഒരുപാട് സന്തോഷത്തിൽ എത്തിച്ചിരിക്കുകയാണ്. പ്രതീക്ഷയിലും അപ്പുറമായിട്ടുള്ള ഒരു പുരസ്കാരദാന ചടങ്ങ് തന്നെയാണ്. ഒരുപാട് താരങ്ങൾ സന്നിധരായിട്ടുള്ള ഒരു ചടങ്ങ് തന്നെയാണ് ഓസ്കാർ പുരസ്കാര ചടങ്ങ്. ലോസ് ആഞ്ചലസിൽ ഒരു വൻ ഉത്സവം തന്നെയായിരുന്നു ഓസ്കാർ ദാന ചടങ്ങ് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. പ്രിയ, തീർച്ചയായും 91ാമത് ഓസ്കർ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. റാമി മാലിക് മികച്ച നടനായും മികച്ച നടിയായ ഒലിവിയ കോൾമാനും തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. വിശദാംശങ്ങളാണ് ഇഷാർ നൽകിയത്. ഇടവേള.
5 ലോക്സഭാ സീറ്റ് മാത്രമുള്ള ചെറിയ സംസ്ഥാനങ്ങളിലൊന്നാണ് ഉത്തരാഖണ്ഡ്. നേപ്പാളുമായി അതിർത്തി പങ്കിടുന്ന ഹിമാലയൻ താഴ്വരയിലെ ഈ സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയത്തിനുമുണ്ട് ഏറെ പ്രത്യേകതകൾ. 2014 തെരഞ്ഞെടുപ്പിൽ എല്ലാ സീറ്റും നേടിയ ബിജെപി ആഭ്യന്തര തർക്കം മൂലം സിറ്റിംഗ് എംപിമാർക്ക് വീണ്ടും അവസരം നൽകില്ലെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. മുൻ മുഖ്യമന്ത്രി ഹരീഷ് റാവത്തിന്റെ നേതൃത്വത്തിലാണ് കോൺഗ്രസ് പ്രചരണം. ഹരിദ്വാർ എന്ന തീർത്ഥാടന കേന്ദ്രവും സിവിൽ സർവീസുകാരുടെ ട്രെയിനിംഗ് സെന്റർ കൊണ്ട് പ്രസിദ്ധമായ മസൂറിയും ഉൾപ്പെടുന്ന ഉത്തരാഖണ്ഡ് ഇന്ത്യൻ ഭൂപടത്തിലെ വളരെ ചെറിയ സംസ്ഥാനങ്ങളിലൊന്നാണ്. ഹരിദ്വാറിനെ കൂടാതെ തെഹരി ഗഹ്വാൾ, അൽമോറ, നൈനിതാൾ, ഉധംസിംഗ് നഗർ എന്നിവയാണ് ലോക്സഭാ മണ്ഡലങ്ങൾ. 12 മാസം തണുപ്പ് മാത്രമുള്ള ഉത്തരാഖണ്ഡിലെ രാഷ്ട്രീയത്തിന് പക്ഷെ ചൂടാണ്. 2014 തെരഞ്ഞെടുപ്പിൽ 5 സീറ്റിലും വിജയിച്ച ബിജെപിയിൽ ആഭ്യന്തര തർക്കം രൂക്ഷമായിരിക്കുന്നു. സീറ്റ് ചർച്ചകൾക്കായി സംസ്ഥാനത്തെത്തിയ കേന്ദ്രമന്ത്രി തൻവർചന്ദ് ഗെഹ്ലോട്ട് എല്ലാ സിറ്റിംഗ് എംപിമാർക്കും സീറ്റ് നൽകില്ലെന്ന് പ്രഖ്യാപിച്ചു. ഇതിനെതിരെ സിറ്റിംഗ് എംപിമാരും രംഗത്തെത്തി. 2017 നിയമസഭാ തെരഞ്ഞെടുപ്പിലേറ്റ വൻ പരാജയത്തിനു ശേഷം കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം സജീവമല്ല. ബിജെപിയിലെ ആഭ്യന്തര തർക്കം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമെന്ന ഏക പ്രതീക്ഷ മാത്രമാണ് നേതാക്കൾ പങ്കുവയ്ക്കുന്നത്. ഏറ്റവും അവസാനത്തെ തെരഞ്ഞെടുപ്പ് കണക്കനുസരിച്ച് 46.5% വോട്ട് സംസ്ഥാനം ഭരിക്കുന്ന ബിജെപിക്കുണ്ട്. കോൺഗ്രസിന് 33.5%. ഇരു പാർട്ടികളും കഴിഞ്ഞാൽ പിന്നെ സംസ്ഥാനത്തെ ശക്തമായ പാർട്ടി മായാവതിയുടെ BSP. 7.0 വോട്ടിംഗ് ശതമാനമെങ്കിലും അവസാന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹരിദ്വാറിലും നൈനിതാളിലും 2ാം സ്ഥാനത്തെത്തിയിരുന്നു മായാവതി. ഉത്തർപ്രദേശിനു പിന്നാലെ SP-യുമായി സഖ്യമായി ഉത്തരാഖണ്ഡിൽ മത്സരിക്കാനാണ് മായാവതിയുടെ ശ്രമം. ഉത്തർപ്രദേശുമായി അതിർത്തി പങ്കിടുന്ന മേഖലകളിൽ സ്വാധീനം ചെലുത്താൻ സഖ്യത്തിന് കഴിയും. പുൽവാമ സ്ഫോടനത്തോടെ ഉത്തരാഖണ്ഡ് ഏറെ വാർത്താശ്രദ്ധ നേടിയിരുന്നു. സ്ഫോടനം നടക്കുമ്പോൾ ഉത്തരാഖണ്ഡിലെ കോർബൽ ദേശീയ പാർക്കിൽ ഷൂട്ടിംഗിലായിരുന്നു നരേന്ദ്രമോദി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഇതും സംസ്ഥാനത്ത് സജീവ പ്രചാരണ വിഷയമാക്കും. ന്യൂസ് ബ്യൂറോ, ദില്ലി. കോൺഗ്രസിന് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യമാണ് രാജ്യത്തുള്ളതെന്നും വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് കേരളത്തിലും മികച്ച വിജയം നേടുമെന്നും രാജസ്ഥാൻ ഉപമുഖ്യമന്ത്രി സച്ചിൻ പൈലറ്റ്. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകണമെന്നാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ ആഗ്രഹമെന്നും സച്ചിൻ പൈലറ്റ് മലപ്പുറത്ത് പറഞ്ഞു. Well, as a congressman, I think he's our party president, and it has been said many times that the issue of who will lead the government will be decided after the elections. But as a congressman, as a person who believes that young people of this country want to move forward, I will certainly like to see Rahul Gandhi ji as Prime Minister. But he himself has said that the decision will be taken once the elections are won, and all the allies will sit together and decide that. But as a Congress person, as someone who's worked with him, I would like nothing more than to see Mr. Rahul Gandhi as Prime Minister. കേരളത്തിലെ UDF സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ വേഗത്തിൽ പരിഹരിക്കാനാകുമെന്ന് AICC ഓർഗനൈസിംഗ് സെക്രട്ടറി KC വേണുഗോപാൽ. മുസ്ലിം ലീഗിന് മറ്റിടങ്ങളിൽ സീറ്റ് അനുവദിക്കുന്നത് അതത് സംസ്ഥാനങ്ങളിലെ നേതൃത്വമാണ് ചർച്ച ചെയ്യേണ്ടത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വേഗത്തിലാക്കാൻ കേരള ഘടകത്തിനാകുമെന്നും KC വേണുഗോപാൽ പറഞ്ഞു. ഞാൻ ആദ്യമായി പറഞ്ഞു, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഐക്യജനാധിപത്യ മുന്നണിയുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്നത് ഇവിടുത്തെ നേതാക്കന്മാരാണ്. അവരതിന് പ്രാപ്തരാണ്. ഒരു പ്രശ്നവുമില്ലാതെ ഈ മുന്നണിയിലെ എല്ലാ ഘടകകക്ഷികളുമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് സീറ്റ് വിഭജനം എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കാൻ അവർക്ക് സാധിക്കുമെന്ന് ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. നിങ്ങൾക്ക് വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് അത് ബോധ്യപ്പെടുകയും ചെയ്യും. ദേശീയ തലത്തിൽ ലീഗിന് കൂടുതൽ സീറ്റുകൾ നൽകാൻ ധാരണയുണ്ടോ? ചർച്ച പറയുന്നത് കേട്ടോ, അതാ ചോദിച്ചു. അല്ല, ഞങ്ങൾ പറഞ്ഞല്ലോ, വിശാലാടിസ്ഥാനത്തിൽ കോൺഗ്രസുമായി യോജിക്കാവുന്ന BJP വിരുദ്ധ കക്ഷികളെല്ലാം യോജിപ്പിച്ചുകൊണ്ട് പറ്റാവുന്ന സ്ഥലങ്ങളിലാണ് മുന്നോട്ട് പോകുന്നത്. അതനുസരിച്ച് ഓരോ പ്രദേശത്തെയും ഓരോ സംസ്ഥാനത്തെയും ഘടകങ്ങളാണ് തീരുമാനിക്കുന്നത്. കൊല്ലം ആര്യങ്കാവ് കുരിശുമലയിൽ കാട്ടുതീ പടർന്നു. തീ നിയന്ത്രണ വിധേയമെന്ന് വനവകുപ്പ് അധികൃതർ അറിയിച്ചു. തെന്മല ഫോറസ്റ്റ് ഡിവിഷനിലെ കടമാൻപാറ ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിലെ സ്വർണം പിള്ളക്കാടിലാണ് പുൽമേടുകൾക്ക് തീപിടിച്ചത്. താഴ്വരയിൽ ഫയർലൈൻ സുരക്ഷ ഒരുക്കി മറ്റു മലകളിലേക്ക് തീ പടരാതിരിക്കാൻ മുൻകരുതൽ നടപടി സ്വീകരിച്ചു. ഇവിടെ 12 ആദിവാസി കുടുംബങ്ങൾ താമസിക്കുന്നുണ്ടെങ്കിലും അവർ സുരക്ഷിതരാണ്. CPIM നേതാവും സാംസ്കാരിക പ്രവർത്തകനുമായ ഡോക്ടർ VPP മുസ്തഫയെ അന്താരാഷ്ട്ര ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ അനുയായിയോട് ഉപമിച്ച് കാർട്ടൂൺ പ്രസിദ്ധീകരിച്ച മാതൃഭൂമി ദിനപത്രത്തിന്റെ നടപടിക്കെതിരെ വ്യാപക പ്രതിഷേധം. രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിലെ പ്രമുഖർ ഇങ്ങനെയൊരു കാർട്ടൂൺ പ്രസിദ്ധീകരിച്ചതിനെ അപലപിച്ചു. മാതൃഭൂമി തെറ്റുതിരുത്തി ഖേദം പ്രകടിപ്പിക്കണമെന്ന് ഇവർ ആവശ്യപ്പെട്ടു.
മാതൃഭൂമി ദിനപത്രം വാരാന്ത പതിപ്പിൽ ഇന്നലെ പ്രസിദ്ധീകരിച്ച സൺഡേ സ്ട്രോക്സ് കാർട്ടൂൺ പങ്ക്തിയിലാണ് സാംസ്കാരിക പ്രഭാഷകനും കണ്ണൂർ സർവകലാശാല സിൻഡിക്കേറ്റ് അംഗവുമായ ഡോക്ടർ VPP മുസ്തഫയെ ജെയ്ഷെ മുഹമ്മദ് ഭീകര സംഘടനയുടെ പ്രവർത്തകനോട് ഉപമിച്ച് കാർട്ടൂൺ പ്രസിദ്ധീകരിച്ചത്. മതനിരപേക്ഷവാദിയും തികഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരനുമായ ഒരാളെ അന്താരാഷ്ട്ര ഭീകര പ്രസ്ഥാനമായ ജെയ്ഷെ മുഹമ്മദിന്റെ പ്രവർത്തകനോട് ഉപമിച്ചത് അപലപനീയമാണെന്ന് രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ചൂണ്ടിക്കാട്ടി. കമ്മ്യൂണിസ്റ്റുകാരനായ ഡോക്ടർ VPP മുസ്തഫയെ വംശീയ അധിക്ഷേപം നടത്തുകയാണ് മാതൃഭൂമി ചെയ്തതെന്നും തെറ്റുതിരുത്തി ഖേദം പ്രകടിപ്പിക്കാൻ പത്രം തയ്യാറാകണമെന്നും CPIM കാസർഗോഡ് ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ മാസ്റ്റർ ആവശ്യപ്പെട്ടു. മുഹമ്മദുമായി താരതമ്യപ്പെടുത്തിക്കൊണ്ട് ജെയ്ഷെ എന്നുള്ള ആ പദം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ സഖാവിനെ അങ്ങേയറ്റം അധിക്ഷേപിച്ചത് വളരെ വളരെ ക്രൂരമായി പോയി. അതൊരിക്കലും അംഗീകരിക്കാൻ വേണ്ടി കഴിയാത്തതാണ്. KP കേശവമേനോനെ പോലുള്ള ഒരാൾ നേതൃത്വം നൽകിയ ദേശീയ പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യമുള്ള മാതൃഭൂമി ദിനപത്രം ഇങ്ങനെയൊരു നടപടി സ്വീകരിച്ചത് നിർഭാഗ്യകരമാണെന്ന് പ്രശസ്ത കവി ഏഴാച്ചേരി രാമചന്ദ്രൻ പറഞ്ഞു. മാതൃഭൂമി പോലെയുള്ള ഒരു ദിനപത്രത്തിൻ്റെ ഭൂതകാല സാംസ്കാരിക പാരമ്പര്യവും അടിത്തറയും വെച്ച് നോക്കുമ്പോൾ ഇത് ഒരു തരത്തിലും ശുഭകരമായ ഒന്നിൻ്റെ തുടക്കമാണ് എന്ന് ഞങ്ങളിൽ ചില ആളുകൾ കരുതുന്നില്ല. ദയവായി അത് തിരുത്തുന്നതിനുള്ള സാംസ്കാരികമായ ബുദ്ധിയും അതുപോലെ വിവേകവും നിങ്ങൾക്കുണ്ടാകണമേ എന്നാണ് വിനീതമായ പ്രാർത്ഥന. ഡോക്ടർ VPP മുസ്തഫയെ പോലെയുള്ള ഒരു പൊതുപ്രവർത്തകനെ ഈ നിലയിൽ അപമാനിക്കാൻ ശ്രമിച്ചത് നിന്ദ്യമായ നടപടിയാണെന്ന് പ്രശസ്ത എഴുത്തുകാരൻ PVK പനയാൽ പറഞ്ഞു. സാഹിത്യ അക്കാദമിയുടെ ചരിത്രത്തിൽ തന്നെ ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത ഒരു സംഭവമാണ് UDF ഗുണ്ടകൾ ഇന്ന് തൃശ്ശൂരിൽ കാണിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും മാതൃഭൂമിയിൽ വന്ന ഈ കാർട്ടൂൺ, ഈ വര വാസ്തവത്തിൽ ജനങ്ങളെ കബളിപ്പിക്കുന്ന, ജനങ്ങളെ തെറ്റിദ്ധാരണയിലേക്ക് നീക്കുന്ന ഒന്നാണ് എന്ന് വളരെ ഉറപ്പിച്ച് പറയാൻ കഴിയും. മാതൃഭൂമിയുടെ ഈ നടപടിക്കെതിരെ കേരളമാകെ പ്രതിഷേധം അലയടിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ മാധ്യമങ്ങളെ കാണുന്നു. അതിലേക്ക് ഞങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്ന ആളുകളെ ഞങ്ങൾ അനുമതി നിഷേധിക്കാറില്ല. അതാണ് ഞങ്ങൾ സ്വീകരിച്ചവരുടെ നിലപാട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ആളുകളുമായിട്ട് സംസാരിക്കേണ്ടതായിട്ട് വരും. മുഖ്യമന്ത്രി സംസാരിക്കും, ബന്ധപ്പെട്ട മന്ത്രിമാർ സംസാരിക്കും. അത് സ്വാഭാവികമായി ചെയ്യേണ്ടതൊരു പ്രക്രിയ മാത്രമാണ്. ഇവരാരോടും ഒരു ശത്രുതാ നിലപാട് ഇടതുപക്ഷത്തിനില്ല എന്നതാണ് വസ്തുത. അല്ല, അത് അദ്ദേഹം പറഞ്ഞല്ലോ, ആരും ഇങ്ങോട്ട് വരണ്ടെന്ന്. പിന്നെ വാതിൽ കൊട്ടിയടച്ച സ്ഥലത്ത് ഞങ്ങൾക്ക് പോയി മുട്ടി വാതിൽ തുറപ്പിക്കാൻ പറ്റുമോ? ഞങ്ങൾക്ക് വിയോജിപ്പില്ല എന്ന് പറഞ്ഞില്ലേ? സതുദ്ദേശപരമായിട്ട് നടത്തിയൊരു പ്രസ്താവനയല്ലേ അത്? ഈ കോൺഗ്രസിന്റെ നിലപാട് RSന്റെ നിലപാട് തന്നെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ കോൺഗ്രസുമായിട്ട് ബംഗാളിൽ ഒരു ഇതിലേക്ക് പോകുന്നു, നേതൃത്വത്തിലേക്ക് പോകുന്നു, അന്നേരം ഈ നിലപാടിൽ പ്രശ്നമില്ല. കോൺഗ്രസുമായി രാജ്യത്ത് ഒരു സ്ഥലത്തും മുന്നണിയില്ല. കോൺഗ്രസുമായി യാതൊരു മുന്നണിയും ഉണ്ടാക്കാൻ ഈ കോടിയേരി ബാലകൃഷ്ണൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ആ CBIയെ വെള്ളപൂശാൻ ഇവിടെ കോൺഗ്രസ് രംഗത്തിറങ്ങുന്നത്, CBI ആണ് മഹത്തരം എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി എടുത്ത നിലപാടിന് വിരുദ്ധമല്ലേ? ഇപ്പൊ CBIയോടുള്ള അവരുടെ സമീപനം എന്താണ്? ഇപ്പൊ പല സംസ്ഥാനങ്ങളിലും CBIയെ പ്രവേശിപ്പിക്കാൻ പോലും അനുവദിക്കുന്നില്ല. ബംഗാൾ അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞു, ആന്ധ്രാപ്രദേശ് തീരുമാനിച്ചു. ഒരു സംസ്ഥാന ഗവൺമെന്റ് അനുമതിയില്ലാതെ CBIക്ക് ഒരു സംസ്ഥാനത്ത് പ്രവേശിക്കാൻ കഴിയില്ല. ഡൽഹി പോലീസ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് അനുസരിച്ചുകൊണ്ടാണ് CBI പ്രവർത്തിക്കുന്നത്. ആ നിയമം പ്രകാരം ഓരോ സംസ്ഥാനത്തും അനുമതി കൊടുത്തൊരു ഉത്തരവ് പുറപ്പെടുവിക്കണം. ആ ഉത്തരവ് ഒരു സംസ്ഥാന ഗവൺമെന്റ് റദ്ദാക്കി കഴിഞ്ഞാൽ ആ സംസ്ഥാനത്തെ ഒരു കേസും പിന്നെ CBIക്ക് ഏറ്റെടുക്കാൻ സാധിക്കില്ല.
LDF സർക്കാർ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല. CBIക്ക് കേരളത്തിൽ പ്രവേശനമില്ല എന്നുള്ള നിലപാട് LDFിനില്ല. ബംഗാളും ആന്ധ്രയും അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ അങ്ങനെ ഉദ്ദേശിക്കുന്നില്ല. CBIക്ക് ഒരു സംസ്ഥാനത്ത് പ്രവർത്തിക്കണമെങ്കിൽ നിയമപ്രകാരം സംസ്ഥാനത്തിൻ്റെ അനുമതി വേണം. കേരളത്തിലാണെങ്കിൽ മുമ്പ് തന്നെ 1957 ഗവൺമെൻറ് കാലത്ത് തന്നെ അതിന് അനുമതി കൊടുത്തിട്ടുണ്ട്. ആ അനുമതി ഞങ്ങൾ റദ്ദാക്കിയിട്ടില്ല. ഇപ്പോൾ റദ്ദാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് CBI വേണ്ട എന്നുള്ള നിലപാട് ഞങ്ങൾക്കില്ല. എല്ലാ കേസുകളും CBI അന്വേഷിക്കണമെന്ന് പറയുന്നതിനോട് യോജിപ്പില്ല. കേരള പോലീസ് അന്വേഷിച്ച് കണ്ടെത്താൻ കഴിയാത്ത എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായാൽ അത് CBI ഏൽപ്പിക്കാം. ഇപ്പോൾ അങ്ങനെ ഒരു വിഷയം ഉള്ളതായിട്ട് ഒരു കാര്യവും അന്വേഷണ ഏജൻസിയെ അറിയിച്ചിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബന്ധപ്പെട്ടവർ അറിയിക്കുക. ഇതാണ് ആ കാര്യത്തിൽ ഇടതുപക്ഷത്തിന് സ്വീകരിക്കാൻ സാധിക്കുന്ന സമീപനം. അല്ല, വിട്ട് വരുന്നതിന് മുമ്പേ എന്ത് പറയാനാണ്? ഇത് ജോസഫും മാണിയും തമ്മിലുള്ള തർക്കം തുടങ്ങിയിട്ട് കുറച്ച് കാലമായി. യഥാർത്ഥത്തിൽ ആ PJ ജോസഫ് LDFിന് നല്ലതുപോലെ നിന്നു പോകുന്ന ഒരാളായിരുന്നു. വെറുതെ മാണീൻ്റെ കൂടെ കൂടി അയാൾ ഉള്ളതും പോയി എന്ന് പറഞ്ഞാൽ മതി. ഇപ്പോൾ അദ്ദേഹത്തിനൊരു പുനർചിന്തനം വന്നിട്ടുണ്ടാവും. അന്ന് ലേനം തെറ്റായിപ്പോയി. അതുകൊണ്ട് ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ പുറത്ത് കിടക്കാൻ അദ്ദേഹം ഉദ്ദേശിക്കുന്നുണ്ടാവും. എന്താണ് യഥാർത്ഥ വസ്തുത എനിക്കറിയില്ല. പക്ഷെ മാധ്യമങ്ങളിലുള്ള കോടിയേരി ബാലകൃഷ്ണൻ കോട്ടയത്ത് മാധ്യമങ്ങളെ കാണുകയായിരുന്നു. കേന്ദ്ര പദ്ധതികൾ ഇടത് സർക്കാർ തടയുന്നുവെന്നത് വ്യാജ പ്രചരണമാണ് എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. CBIക്ക് കേരളത്തിൽ പ്രവേശിക്കേണ്ടെന്ന് യാതൊരു വിധത്തിലും കേരളത്തിൽ പ്രവേശിക്കേണ്ടെന്ന് തീരുമാനിച്ചിട്ടില്ല. CBIക്ക് സംസ്ഥാനത്ത് പ്രവർത്തിക്കാം. എന്നാൽ എല്ലാ കേസുകളും CBIക്ക് നൽകണമെന്ന് പറയുന്നതിനോട് യോജിപ്പില്ല. കേരള പോലീസിന് തെളിയിക്കാൻ കഴിയാത്ത കേസുകൾ വരുമ്പോൾ മാത്രം അതിലേക്ക് പോയാൽ മതിയല്ലോ, അല്ലാതെ CBI എല്ലാ കേസുകളും ഏൽപ്പിക്കണമെന്ന് പറയുന്നതിനോട് യോജിക്കാൻ സാധിക്കില്ല എന്നും കോടിയേരി പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം കോട്ടയത്ത് മാധ്യമങ്ങളെ കാണുകയായിരുന്നു. തത്സമയ സംപ്രേഷണമാണ് കണ്ടത്. ഇടവേള. കണിച്ചുകുളങ്ങര പിൽഗ്രിം ടൂറിസ്റ്റ് ഫെസിലിറ്റേഷൻ സെന്റർ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രത്തിൽ നിലനിന്നിരുന്ന അനാചാരങ്ങൾ നീക്കിയതുകൊണ്ട് ക്ഷേത്ര ചൈതന്യത്തിന് യാതൊരു കുഴപ്പവും സംഭവിച്ചിട്ടില്ലെന്ന് വെള്ളാപ്പള്ളി നടേശൻ. വെള്ളാപ്പള്ളിയുടെ പുരോഗമനപരമായ നിലപാട് സ്വാഗതാർഹമെന്ന് മുഖ്യമന്ത്രി. ഇക്കാലം ആചാരമൊന്നും മാറാൻ പാടില്ല എന്ന് പറയുന്ന ഒരു കാലമാണ്. അപ്പൊ അദ്ദേഹം തന്നെ പറയണ്ടായി, ഇവിടെ കോഴിവെട്ടുണ്ടായിരുന്നു, അത് വേണ്ടെന്ന് വെച്ചു. മൃഗത്തെ ബലി കൊടുക്കുന്ന പരിപാടിയായിരുന്നു, അത് വേണ്ടെന്ന് വെച്ചു. അങ്ങനെ ആചാരങ്ങളെല്ലാം മാറിയതുകൊണ്ട് ദേവിയുടെ ശക്തി കുറയുകയല്ല ചെയ്തത്. സുധാകരനെ പോലത്തെ ഒരാള് അസുഖമായിട്ട് കിടക്കുമ്പോൾ അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവരാനടക്കമുള്ള ശക്തിയിലേക്ക് ദേവി ശക്തിപ്പെട്ടുവെന്നാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞത്. അപ്പോൾ ആചാരം ഓരോ കാലത്തും ലംഘിക്കപ്പെട്ടിട്ടുണ്ട്, മാറി വന്നിട്ടുണ്ട്, കാലാനുസൃതമാക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയാതെ പറഞ്ഞു വെച്ചത്. സ്വർണ്ണ വ്യാപാര മേഖലയിലെ നികുതി വെട്ടിപ്പിനെ കുറിച്ച് പീപ്പിൾ TV നടത്തിയ അന്വേഷണത്തിൽ ഒരു പ്രമുഖ ജ്വല്ലറി കൂടി ഒളിക്യാമറയിൽ കുടുങ്ങി. തൃശൂർ ഇസ ഗോൾഡിലെ നികുതി വെട്ടിപ്പ് ദൃശ്യങ്ങൾ സഹിതം ഞങ്ങൾ പുറത്തുവിടുകയാണ്. GSTയും ബില്ലുമില്ല എന്നുള്ളതാണ് ഈ ചില്ലറ വിൽപ്പനശാലയുടെ പ്രത്യേകത. സ്വർണ്ണ വിൽപ്പനയ്ക്ക് നികുതിയും ബില്ലും വേണമെന്നറിയാത്ത മറ്റൊരു സ്ഥാപനത്തിലേക്ക് കൂടി ഞങ്ങളുടെ ഒളിക്യാമറ കണ്ണുകൾ നീളുകയാണ്. തൃശൂർ നഗരമധ്യത്തിലെ ഇസ ഗോൾഡ്. നികുതി വെട്ടിപ്പ് കണ്ടെത്താൻ ഇസ ഗോൾഡിൽ ഞങ്ങൾ നടത്തിയ ഒളിക്യാമറ ഓപ്പറേഷനിലേക്ക്. വലിയ തോതിൽ ചില്ലറ വിൽപ്പന നടക്കുന്ന ഒരു ജ്വല്ലറി. ഉപഭോക്താക്കളെ ഇത്രമാത്രം ആകർഷിക്കുന്ന എന്ത് ഘടകമാണുള്ളതെന്നാണ് ഞങ്ങൾ അന്വേഷിച്ചത്. ഇവിടെ നിന്നും വാങ്ങുന്ന ആഭരണങ്ങൾക്ക് നികുതിയില്ല എന്നതാണ് ആകർഷണീയത എന്ന് മനസ്സിലായി. ചുരുക്കത്തിൽ നികുതി വെട്ടിക്കുന്ന കള്ളക്കച്ചവടം. ഇത് ഉറപ്പാക്കാനായി ഞങ്ങൾ ഇവിടെ ഒരു അന്വേഷണം നടത്തി. വിവാഹ പാർട്ടി എന്ന പേരിൽ കടയിലെത്തി ഒരു നെക്ലേസും 2 വളകളും വാങ്ങി. ആഭരണത്തിന്റെ വില 60.61 ഗ്രാമിന് പണിക്കൂലി ഉൾപ്പെടെ 1,94,166 രൂപ. സംസാരത്തിൽ ഒരിടത്തും നികുതി കടന്നു വന്നതേയില്ല. ആഭരണം തെരഞ്ഞെടുത്തു കഴിഞ്ഞപ്പോൾ കൗണ്ടറിൽ പണമടയ്ക്കാൻ നിർദ്ദേശിച്ച് വിലയും മറ്റു വിവരങ്ങളും രേഖപ്പെടുത്തിയ ഒരു പേപ്പർ ഞങ്ങൾക്ക് ലഭിച്ചു. അതിലും GST പരാമർശിച്ചിട്ടേയില്ല.
ക്യാഷ് കൗണ്ടറിൽ പണമടച്ചപ്പോൾ പണം കൈപ്പറ്റിയതായി സീൽ പതിച്ച് പേപ്പർ തിരികെ നൽകി. പിന്നീട് മറ്റൊരു കൗണ്ടറിൽ നിന്നും സ്വർണ്ണാഭരണങ്ങളും ലഭിച്ചു. ഈ കച്ചവടത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കായി 6000-ഓളം രൂപ ചരക്കു സേവന നികുതി ലഭിക്കേണ്ടതായിരുന്നു. ബില്ലില്ലാത്ത കച്ചവടമായതിനാൽ നികുതിയുമില്ല. ബില്ലിന് പകരമായി നൽകിയതാകട്ടെ എസ്റ്റിമേറ്റ് എന്ന പേപ്പറും. ഈ പേപ്പറിന്മേൽ നടക്കുന്ന നികുതിയില്ലാ കച്ചവടമാണ് ഇവിടുത്തെ ആകർഷണീയത. ബില്ലില്ലാതെ വാങ്ങുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഒരു ഗ്യാരണ്ടിയുമില്ല എന്നത് ഉപഭോക്താക്കളാണ് മനസ്സിലാക്കേണ്ടത്. എന്ത് നിയമവ്യവസ്ഥ അനുസരിച്ചാണ് ബില്ലില്ലാതെ എസ്റ്റിമേറ്റിന്മേൽ മാത്രം പണം കൈപ്പറ്റിയതെന്നറിയില്ല. കള്ളക്കച്ചവടത്തിന് എന്ത് നിയമവ്യവസ്ഥ? തൃശൂരിൽ നിന്നും സാലി മുഹമ്മദ്. CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ നയിക്കുന്ന കേരള സംരക്ഷണ യാത്രയ്ക്ക് കോട്ടയത്ത് ആവേശജ്വല സ്വീകരണം. വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ ജാഥയെ വരവേൽക്കാൻ സ്ത്രീകളും വയോജനങ്ങളും തൊഴിലാളികളും അടക്കം നിരവധി പേരാണ് എത്തിയത്. ഇന്ന് വൈകിട്ടോടെ കോട്ടയം ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കി ജാഥ ഇടുക്കിയിൽ പ്രവേശിക്കും. മതനിരപേക്ഷവും പുരോഗമനപരവുമായ കേരളം എന്ന ആശയം ഉയർത്തിപ്പിടിക്കണമെന്ന സന്ദേശവുമായി സംഘടിപ്പിച്ച കേരള സംരക്ഷണ യാത്രയെ റബ്ബറിന്റെയും മലയോരങ്ങളുടെയും കായൽപ്പരപ്പിന്റെയും നാടായ കോട്ടയം ജില്ല ആവേശത്തോടെയാണ് വരവേറ്റത്. CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ നയിക്കുന്ന ജാഥയ്ക്ക് ജില്ലയിലെ 4 കേന്ദ്രങ്ങളിൽ ഉജ്ജ്വല സ്വീകരണം ലഭിച്ചു. ഇടതുപക്ഷത്തിന്റെ സ്ത്രീപക്ഷ നിലപാടുകൾക്കുള്ള അംഗീകാരമായി നിരവധി സ്ത്രീകളാണ് വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിലേക്ക് ഒഴുകിയെത്തിയത്. കോട്ടയം ജില്ലയിലെ ആദ്യദിന പര്യടനം തിരുനക്കര മൈതാനിയിൽ സമാപിച്ചു. മുഖ്യമന്ത്രിയെ വധിക്കുമെന്ന യൂത്ത് കോൺഗ്രസ് നിലപാടിനെതിരെയുള്ള പ്രതിഷേധവും ജാഥയിലുടനീളം ഉയർന്നു. ഇത് കോൺഗ്രസ് നിലപാടാണോ എന്ന് കോടിയേരി ബാലകൃഷ്ണൻ ചോദിച്ചു. ഇന്നലെ നിങ്ങൾ കേട്ടില്ലേ, യൂത്ത് കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി തൃശ്ശൂരിൽ വെച്ച് പറഞ്ഞിരിക്കുകയാണ്, മുഖ്യമന്ത്രിയുടെ കഴുത്തിന് കത്തിവെക്കും. ഇത് കേരളത്തിലാണ് ഈ പ്രഖ്യാപനം നടത്തിയത്. മുഖ്യമന്ത്രിയുടെ കഴുത്തിന് കത്തിവെക്കും യൂത്ത് കോൺഗ്രസ്. ഇത് ഉമ്മൻചാണ്ടി ഇത് അംഗീകരിക്കുന്നുണ്ടോ? മുഖ്യമന്ത്രിയുടെ കഴുത്തിന് കത്തിവെക്കും എന്ന യൂത്ത് കോൺഗ്രസിന്റെ പ്രഖ്യാപനം ഇത് കോൺഗ്രസ് അംഗീകരിക്കുന്നുണ്ടോ? കലാപമുണ്ടാക്കാനാണ് ഇത്തരം പ്രഖ്യാപനം നടത്തുന്നത്. ഇന്ന് രാവിലെ 11-ന് ചങ്ങനാശ്ശേരി പെരുന്നയിലും 3 മണിക്ക് പൊൻകുന്നത്തും 5-ന് മുണ്ടക്കയത്തും ജാഥയ്ക്ക് സ്വീകരണം നൽകും. ഇതോടെ കോട്ടയം ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കി വൈകിട്ടോടെ കേരള സംരക്ഷണ യാത്ര ഇടുക്കി ജില്ലയിലേക്ക് പ്രവേശിക്കും. ഇടുക്കി ജില്ലയിലേക്ക് പ്രവേശിക്കുന്ന ജാഥയുടെ ഇന്നത്തെ സമാപനം പീരുമേട്ടിൽ നടക്കും. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കാനം രാജേന്ദ്രൻ നയിക്കുന്ന LDF ഉത്തരമേഖലാ ജാഥ മലപ്പുറം ജില്ലയിൽ പര്യടനം തുടരുന്നു. തിരൂർ, എടപ്പാൾ, വളാഞ്ചേരി, മലപ്പുറം എന്നിവിടങ്ങളിലാണ് ഇന്നത്തെ സ്വീകരണ കേന്ദ്രങ്ങൾ. ജില്ലാ അതിർത്തിയായ ഐക്കരപ്പടിയിൽ ജില്ലയിലെ LDF നേതാക്കൾ ചേർന്ന് ജാഥയെ സ്വീകരിച്ചതോടെ മലപ്പുറവും ആവേശത്തിലായി. കൊണ്ടോട്ടി, കോഹിനൂർ, ചെമ്മാട്, താനൂർ എന്നിവിടങ്ങളിലായിരുന്നു ആദ്യ ദിനങ്ങളിലെ സ്വീകരണ കേന്ദ്രങ്ങൾ. 2ാം ദിവസമായ ഇന്ന് തിരൂരിൽ നിന്ന് പര്യടനം ആരംഭിക്കും. എടപ്പാൾ, വളാഞ്ചേരി സ്വീകരണങ്ങൾ പിന്നിട്ട് വൈകിട്ട് മലപ്പുറത്ത് സമാപിക്കും. അരീക്കോട്, നിലമ്പൂർ, വണ്ടൂർ, പെരിന്തൽമണ്ണ സ്വീകരണങ്ങളോടെ മലപ്പുറം ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കി 27-ന് പാലക്കാട്ടേക്ക് കടക്കും. കേന്ദ്രത്തിലെ BJP സർക്കാരിന്റെ കൊള്ളരുതായ്മകളും ജനവിരുദ്ധതയും ബോധ്യപ്പെടുത്തിയായിരുന്നു ജാഥാംഗങ്ങളുടെ പ്രസംഗങ്ങൾ. ജാഥാ ക്യാപ്റ്റൻ കാനം രാജേന്ദ്രൻ സംസ്ഥാന സർക്കാരിന്റെ ഭരണമികവും നേട്ടങ്ങളും എണ്ണിപ്പറഞ്ഞത് സദസ്സ് കയ്യടിയോടെയാണ് സ്വീകരിച്ചത്. MV ഗോവിന്ദൻ മാസ്റ്റർ, CK നാണു MLA, ഷേഖ് P ഹാരിസ്, പ്രൊഫസർ AP അബ്ദുൽ വഹാബ്, അഡ്വക്കേറ്റ് ബാബു കാർത്തികേയൻ തുടങ്ങി ഘടകകക്ഷി നേതാക്കൾക്കൊപ്പം ജില്ലയിലെ LDF നേതാക്കളും ജാഥയെ അനുഗമിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. സംസ്ഥാനത്തെ കോടതികളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിൽ പ്രത്യേക പരിഗണനയാണ് സർക്കാർ നൽകുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തിരുമല എന്ന പുതിയ കോടതി സമുച്ചയത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന സർക്കാരിന്റെ 1000 ദിനാഘോഷങ്ങളുടെ ഭാഗമായി 23 കോടി രൂപ ചെലവഴിച്ചാണ് തിരുവല്ല തിരുമൂലപുരത്ത് പുതിയ കോടതി സമുച്ചയം നിർമ്മിക്കുന്നത്. തിരുവല്ല നഗരസഭ സൗജന്യമായി വിട്ടു നൽകിയ 1.5 ഏക്കർ സ്ഥലത്ത് 1,30,000 ചതുരശ്രയടിയിലാണ് കെട്ടിട നിർമ്മാണം. 7 നിലകളിലായി നിർമ്മിക്കുന്ന കെട്ടിടം സംസ്ഥാന സർക്കാരിന്റെ 1000 ദിനാഘോഷ പദ്ധതികളിൽ ഉൾപ്പെടുത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് ഇടപെട്ടാണ് കോടതി കെട്ടിടത്തിന് ഭരണാനുമതി നൽകിയത്. ജുഡീഷ്യറി സ്വതന്ത്രമായി പ്രവർത്തിക്കേണ്ടതാണെന്നും അതിന്റെ സ്വാതന്ത്ര്യത്തിനുമേൽ ആരെങ്കിലും കൈകടത്താൻ ശ്രമിച്ചാൽ അത് ഗുരുതര പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി.
ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും പരസ്പര ധാരണയോടെ വിശ്വാസവും ആദരവും നിലനിർത്തി പ്രവർത്തിക്കുമ്പോഴാണ് നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന അർത്ഥത്തിലുള്ള ഒരു ഭരണ സംവിധാനം രാജ്യത്ത് നിലനിൽക്കുക. ഒന്ന് മറ്റൊന്നിൻ്റെ മേലെ ആധിപത്യം സ്ഥാപിക്കാൻ പുറപ്പെട്ടാൽ അത് അനാവശ്യമായ സംഘർഷങ്ങളുണ്ടാകും. തിരുമൂലപുരം SNVI സ്കൂൾ ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ കേരള ഹൈക്കോടതി ജഡ്ജ് ജസ്റ്റിസ് P. ഉബൈദ് അധ്യക്ഷത വഹിച്ചു. നീതിന്യായ സംവിധാനത്തോടുള്ള സർക്കാരിന്റെ സമീപനം മികച്ചതാണെന്ന് അദ്ദേഹം പറഞ്ഞു. സർക്കാർ വിരോധിപ്പെടുന്നത് ഞങ്ങൾക്ക് പഴയ അനുഭവങ്ങളൊക്കെ മാറി. ഇപ്പോൾ ജുഡീഷ്യറിക്ക് വേണ്ട സഹായങ്ങളും എല്ലാ കാര്യങ്ങളും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് വേണ്ടിയല്ല, ജനങ്ങൾക്ക് വേണ്ടിയാണ്. ഇതെല്ലാം ജനങ്ങൾക്ക് വേണ്ടിയാണ്. ഞങ്ങൾ ന്യായാധിപന്മാർക്കൊന്നുമല്ല. ന്യായാധിപന്മാർ വരും പോകും, ഞങ്ങൾ ജോലിയെടുക്കും, അത് കഴിഞ്ഞ് കുറച്ച് റിട്ടയർ ചെയ്ത് പോകും. പക്ഷേ ഇതെല്ലാം എല്ലാ സംവിധാനവും ജനങ്ങൾക്ക് വേണ്ടിയാണ്. ജസ്റ്റിസ് സതീഷ് നായനാൻ, ആന്റോ ആന്റണി MP, അഡ്വക്കേറ്റ് മാത്യു ടി തോമസ് MLA, ജില്ലാ സെഷൻസ് ജഡ്ജ് ജോൺ ജെ ഇല്ലിക്കാടൻ, അഡ്വക്കേറ്റ് K. അനന്തഗോപൻ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായി. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. നമ്മുടെ നാട്ടിൽ വർഗീയത വളർത്താൻ ചിലർ ശ്രമിക്കുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ജാതിബോധം വളർത്തി വ്യത്യസ്ത ചേരിയിലാക്കാനുള്ള ശ്രമം തിരിച്ചറിയണമെന്നും അദ്ദേഹം പറഞ്ഞു. മതനിരപേക്ഷത തകർക്കലാണ് ഈ കൂട്ടരുടെ ലക്ഷ്യം. ഈ നീക്കങ്ങൾക്കെതിരെ ജാഗ്രത പുലർത്തണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ജ്ഞാനായ കത്തോലിക്ക കോൺഗ്രസിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. എല്ലാവരും ഒരുമയോടെ കഴിയണം എന്നാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ ചിലര് ഇതിൽ നിന്ന് മറ്റൊരു തരത്തിലേക്ക് മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. അതായത് നമ്മുടെ നാട്ടിൽ വ്യത്യസ്തമായ ജാതികളുണ്ട്, വ്യത്യസ്ത മതങ്ങളുണ്ട്. ഇതിൻ്റെ ഭാഗമായുള്ള ചില ഉൾപ്പിരിവുകളുണ്ട്. ഇവരെല്ലാം തമ്മിൽ ശത്രുതയുണ്ടാക്കാൻ നോക്കുക. എൻ്റെതാണ് മികച്ചത്, മറ്റത് മഹാപിഴയാണ്, അവരെ ശത്രുവായിട്ട് കാണുക. അപ്പോൾ ഇങ്ങനൊരു ശത്രുത വളർത്താൻ നോക്കുക. അവിടെയാണ് വർഗീയത വരുന്നത്. ആ വർഗീയ നീക്കങ്ങൾ നാം സൂക്ഷിച്ചിരിക്കണം. നമ്മുടെ ഒരുമയും ഐക്യവും തകർക്കാനുള്ളതാണ്. നമ്മളെ വ്യത്യസ്തമായ ചേരികളാക്കി മാറ്റാനുള്ളതാണ്. നമ്മളെ വ്യത്യസ്ത കമ്പാർട്ട്മെൻറ്റുകളിലാക്കാനാണ്. നാം നേടിയ നേട്ടങ്ങളുടെ പിറകിലുള്ള ഈ ഒരുമയും ഐക്യവും തകർക്കാൻ നോക്കുമ്പോൾ അതിനെ ജാഗ്രതയോടെ നാം കാണേണ്ടതായിട്ടുണ്ട്. മാധ്യമ മൂല്യങ്ങളുടെ വീണ്ടെടുപ്പിനായി ചരിത്രത്തിന്റെ ഏടുകൾ അന്വേഷിച്ചുള്ള മാധ്യമ ചരിത്രയാത്ര ആലപ്പുഴയിലെത്തി. തൊഴിലാളി പത്രത്തെയും ഹലീമ ബീവിയെയും അനുസ്മരിപ്പിച്ച് കൈരളി TV ഡയറക്ടർ NP ചന്ദ്രശേഖരൻ പ്രഭാഷണം നടത്തി. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനു നേരെ വിരൽ ചൂണ്ടുന്നവർക്കെതിരെ തന്റെ തൂലിക ചൂണ്ടിയ സ്വദേശാഭിമാനി രാമകൃഷ്ണൻ പിള്ളയുടെ ഓർമ്മകൾ ഉണർത്തിക്കൊണ്ട് തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ കൂടില്ല വീട്ടിൽ നിന്നും ആരംഭിച്ച ചരിത്ര പഠനയാത്രയ്ക്ക് കായംകുളം കൃഷ്ണപുരത്ത് ശങ്കർ മെമ്മോറിയൽ കാർട്ടൂൺ മ്യൂസിയം ആൻഡ് ആർട്ട് ഗാലറിയാണ് ജില്ലയിലെ ആദ്യ സ്വീകരണം ഒരുക്കിയത്. ലൈബ്രറി കൌൺസിൽ പ്രതിനിധി ഡോക്ടർ P.K. ഗോപൻ, നരേന്ദ്രപ്രസാദ് ഫൗണ്ടേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് റൂബി രാജ്, കേരള മീഡിയ അക്കാദമി ചെയർമാൻ R.S. ബാബു എന്നിവർ സ്വീകരണ യോഗത്തിൽ സംസാരിച്ചു. ആലപ്പുഴ NGO യൂണിയൻ ഹാളിൽ നൽകിയ സ്വീകരണം ഭക്ഷ്യ കമ്മീഷണർ K.V. മോഹൻകുമാർ ഉദ്ഘാടനം ചെയ്തു. തൊഴിലാളി മുന്നേറ്റങ്ങൾക്ക് കരുത്തു പകരുന്നതിൽ വാടപ്പുറം ഭാവയുടെ തൊഴിലാളി പത്രത്തിന് നിർണായക പങ്കുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ചരിത്രാവബോധമുള്ള തലമുറയെ ഒരു ശക്തിക്കും കീഴടക്കാനാകില്ല. മുൻ തലമുറ കടന്നുപോയ കനൽ വഴികളെക്കുറിച്ച് കൂടുതൽ അറിയുന്നത് ഉത്തരവാദിത്തപ്പെട്ട മാധ്യമ പ്രവർത്തകരെ വളർത്തിയെടുക്കാൻ സഹായിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മത്സ്യഫെഡ് ചെയർമാൻ P.P. ചിത്തരഞ്ജൻ അധ്യക്ഷനായി. മാധ്യമപ്രവർത്തന ചരിത്രത്തിലെ അതുല്യ വ്യക്തികളുടെ സംഭാവനകൾ പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുന്നതിന്റെ ഭാഗമായി കേരളത്തിലെ ആദ്യ വനിതാ പത്രാധിപ M. ഹലീമ ബീവിയുടെ ചെറുമകൾ ഷാഹിനെ ചടങ്ങിൽ ആദരിച്ചു. മുസ്ലിം വനിത, ആധുനിക വനിത, ഭാരതചന്ദ്രിക എന്നീ പത്രങ്ങളുടെ പത്രാധിപയായിരുന്നു ഹലീമ ബീവി. തൊഴിലാളി പത്രത്തെയും ഹലീമ ബീവിയെയും അനുസ്മരിച്ച് കൈരളി TV ന്യൂസ് ഡയറക്ടർ NP ചന്ദ്രശേഖരൻ പ്രഭാഷണം നടത്തി. കല്ലെ പിളർക്കുന്ന രാജശാസനകളുടെ കാലത്ത് തുടങ്ങിയ പത്രത്തിന് തൊഴിലാളി എന്ന പേരിട്ടത് തന്നെ വിപ്ലവകരമായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. മുസ്ലിം വനിതയെന്നും ആധുനിക വനിതയെന്നും പേരിട്ട പത്രങ്ങൾ തുടങ്ങിയതുവഴി ഹലീമ ബീവി വെട്ടിത്തുറന്ന പാത സ്ത്രീ സമത്വവും തുല്യനീതിയും ചർച്ചയാകുന്ന പുതിയ കാലത്ത് കൂടുതൽ പ്രസക്തമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ.